പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്ര ആരംഭിക്കാനായി നമ്മളുടെ സ്വന്തം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ നമ്മളുടെ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. സമയം ഇപ്പോൾ രാവിലെ 6:30 ആയിട്ടുള്ളത്. നമ്മളുടെ ട്രെയിൻ 6:45 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മളെ ട്രെയിൻ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിനാണ് നമുക്ക് നേരെ മുന്നിലായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് ഇതായി നിർത്തിയിട്ടിരിക്കുന്നത്. 22-026 എന്ന ലോക്കോ നമ്പറിലുള്ള ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു WAP1 ആണ് ഇന്നത്തെ നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ വരുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എല്ലാ ദിവസവും തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിലോട്ട് പോകുന്ന തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര. എല്ലാ കോച്ചുകളും അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് ട്രെയിനാണിത്. നമ്മളുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ 3 മിനിറ്റ് വൈകിക്കൊണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 6:45 പുറപ്പെടേണ്ട ട്രെയിൻ ഇപ്പോൾ 6:48 ആയപ്പോഴേക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. നമ്മളിന്ന് സഞ്ചരിക്കുന്ന ഈ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 16609 എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:45 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 12:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തേണ്ടത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കായിട്ട് ഈ ട്രെയിനിന് 25ഓളം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. ഈ ട്രെയിൻ ആകെ 208 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും കണ്ണൂർ വരെ ഈ ട്രെയിൻ 5 മണിക്കൂറും 45 മിനിറ്റ് എടുത്താണ് എത്തുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ആകെ 4 പ്ലാറ്റ്ഫോമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. 1, 2, 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ 4ാമത്തെ പ്ലാറ്റ്ഫോം വളരെ ചെറിയൊരു പ്ലാറ്റ്ഫോമാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പകുതി ഭാഗത്തു നിന്നാണ് ഈ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത് തന്നെ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നതും ഇങ്ങോട്ട് വരുന്നതുമായ പാസഞ്ചർ ട്രെയിനുകളൊക്കെയാണ് പ്രധാനമായി ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടാറുള്ളത്. തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പുറപ്പെടുമ്പോൾ പുറത്ത് നല്ല രീതിയിലുള്ള മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നില്ല, പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത്. രണ്ടാമതായാണ് ഈ ട്രെയിൻ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. പുറത്ത് നല്ല രീതിയിലുള്ള മഴ ആയതുകൊണ്ടാണ് പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊന്നും നമുക്ക് കാട്ടാൻ പറ്റാതിരുന്നത്. ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. 1 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അപ്പം മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലായി തന്നെയാണ് ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനും വരുന്നത്.
മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. WKI എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലാണ് ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനെല്ലാം വരുന്നത്. ഒരു മിനിറ്റ് തന്നെയാണ് നമ്മുടെ ട്രെയിനിന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത്.
ട്രെയിൻ എങ്ങനെ ഇതപ്പം ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ സ്റ്റേഷനാണ് ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് ഇത് ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP4 ലോക്കോയുമായി നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 56604 ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനാണ്. ഈ ട്രെയിൻ രാവിലെ 8:20 ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് പുറപ്പെടുന്നത്. കോഴിക്കോട് നിന്നും ഷൊർണൂരിലേക്ക് കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനായി വന്ന ട്രെയിനാണ് പിന്നീട് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനായി പോകുന്നത്. സമയം 7:45 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. 3 മിനിറ്റ് സമയം നമ്മുടെ ട്രെയിനിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ട്രെയിനാണ്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ പാരലായിട്ട് ഇതാ ഏതോ ഒരു ട്രെയിൻ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കൊണ്ടുള്ള മെയിൻ്റെനൻസ് യാർഡിലോട്ട് കൊണ്ടുപോകുന്ന ഏതോ ഒരു ട്രെയിനിൻ്റെ MT റേക്കാണ് ഇതാ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഈ കാണുന്നതാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തുന്ന മെയിൻ്റെനൻസ് യാർഡ്. ഏതൊക്കെയോ ട്രെയിനുകളുടെ MT റേക്കൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ. ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. KRKD എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ. കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇതായി നിർത്തിയിട്ടിരിക്കുന്നത് BCA BCM കാർ കാരിയർ വാഗണുകളാണ്. പ്രധാനമായും കാറുകളെല്ലാം ട്രെയിൻ മാർഗം കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ വാഗണുകൾ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതാപ്പം കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റാണ് ഈ ട്രെയിനിന് കാരക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളുടെ ട്രെയിൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. കാരക്കാട് റെയിൽവേ സ്റ്റേഷനും തിരൂർ റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കായിട്ട് ഈ ട്രെയിനിന് പട്ടാമ്പി, പള്ളിപ്പുറം, കുറ്റിപ്പുറം, തിരുനാവായ എന്നീ റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. 1 മിനിറ്റായിരുന്നു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്.
നമ്മളുടെ ട്രെയിൻ എങ്ങനെയാ ഈ ട്രെയിൻ യാത്രയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ലേറ്റ് ആയിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9:21 കോഴിക്കോടിലെത്തേണ്ട ഈ ട്രെയിൻ ഇപ്പോൾ 9:54 ആയപ്പോഴേക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോഴിക്കോട് ഭാഗത്ത് വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതുമായ ആളുകൾക്കൊക്കെ 10 മണിക്ക് മുന്നേ തന്നെ ഈ കോഴിക്കോടേക്ക് എത്താൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിൻ തന്നെയാണ് ഈ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്കായിട്ട് ഈ ട്രെയിന് താനൂർ, പരപ്പനങ്ങാടി, വള്ളിക്കുന്ന്, കടലുണ്ടി, ഫറോക്ക്, കല്ലായി എന്നീ റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് മംഗളൂരു സെൻട്രലിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന കോഴിക്കോട് എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ട്രെയിൻ തന്നെയാണ് ഉച്ചയ്ക്ക് 3 മണിക്ക് കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിനായി കണ്ണൂരിലോട്ട് പോകുന്നതും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനായ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതോടെ നമ്മുടെ ട്രെയിനിൽ ഇപ്പോൾ അധികം ആളുകളൊന്നുമില്ല. ട്രെയിൻ അങ്ങനെ ചെയ്തപ്പം വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പുറത്തെ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 12284 ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം തുരന്തോ എക്സ്പ്രസ് ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ എലത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ. ETR എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ട്രെയിൻ അങ്ങനെ ഇതായി കാണുന്ന കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ ട്രാക്കിലൂടെ റോയാപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP7 ലോക്കോയുമായി വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 16160 മംഗളൂരു സെൻട്രൽ താംബര എക്സ്പ്രസ് ആണ്.
ഈ മലബാർ സൈഡിൽ നിന്നും ഏറ്റവും സമയമെടുത്ത് ഈ ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് മംഗളൂരു സെൻട്രൽ താമ്പര എക്സ്പ്രസ്. എല്ലാ ദിവസവും രാവിലെ 6:45 മംഗളൂരു സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് പുലർച്ചെ 2:43 താമ്പരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പുറത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 16605 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പം വടകര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. വടകര റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ ജംഗ്ഷൻ മംഗളൂരു സെൻട്രൽ ഇൻ്റർസിറ്റി ട്രെയിനാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇൻ്റർസിറ്റി ട്രെയിനിന് വടകര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. ഈ ഇൻ്റർസിറ്റി ട്രെയിനാണ് ഇനി ആദ്യം കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടുന്ന് പുറപ്പെടുക. അങ്ങനെ കോയമ്പത്തൂർ മംഗളൂരു ഇൻ്റർസിറ്റി ട്രെയിൻ അങ്ങനെ അപ്പം വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ട്രെയിൻ ഇനി വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത്. TLY എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഇടക്കായിട്ട് നമ്മുടെ ഈ ട്രെയിനിന് മാഹി റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ട്രെയിൻ എങ്ങനെയാണ് അപ്പം വീണ്ടും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. കണ്ണൂർ എത്തുന്നതിന് മുന്നേയുള്ള ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റേഷൻ കൂടിയാണ് ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ.
നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതാ അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേഷനായ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ 1A പ്ലാറ്റ്ഫോമിലായിട്ടായി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിനാണ്. ഇതുവരെ ലേറ്റായി ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ ബിഫോർ ടൈമിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. 12:30 എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ അരമണിക്കൂർ മുന്നേ 12 മണിക്ക് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടായി നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിനാണ്. ഈ ട്രെയിൻ രാവിലെ കണ്ണൂരിലോട്ട് എത്തിയ ട്രെയിനാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഈ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസിൻ്റെ വീഡിയോ അങ്ങനെ ഇതായി കാണുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.